കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദ്യമായി സംസാരിക്കട്ടെ. ഒരു വേദഭാഗത്തിലേക്ക് വേഗത്തിൽ നമുക്ക് കടന്നു വരാം. ആമേൻ. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ, എല്ലാവരും ഒന്നുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം. ഒന്ന് സ്വാഗതം ചെയ്യാമോ? ഇന്ന് പകൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നല്ല അംശം തിരഞ്ഞെടുക്കുക. എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? സെലക്ട് ദ ഗുഡ് പോർഷൻ, ബെസ്റ്റ് പോർഷൻ. നമ്മൾ കേട്ടു മേത്തരമായ ഗോതമ്പ് അല്ലേ? ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നതും അതാ. ഈ നല്ല അംശം തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മിനിമം 3 ക്വാളിറ്റീസ് വേണം. എന്താ വേണം? ഒന്നാമത്തെ ക്വാളിറ്റി ഒന്ന് വായിക്കാം. 38-ാമത്തെ വാക്യം. പിന്നെ അവർ യാത്ര പോകുകയും അവരൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. ഒന്നാമത്തെ കാര്യം, കർത്താവിനെ കൈക്കൊള്ളണം. അത് സ്വാഗതം ചെയ്യാമോ? കർത്താവില്ലാതെ നല്ലത് കിട്ടത്തില്ല. ഏത് പരിപാടിക്ക് ഇറങ്ങിക്കോ, നിങ്ങൾ ആരാണെങ്കിലും ഉറക്കം പോലും കിട്ടത്തില്ല അല്ലേ? നന്നായിട്ട് ഉറങ്ങുന്നെങ്കിൽ ദൈവത്തിന് ഒന്ന് സ്വാഗതം ചെയ്യാമോ? നല്ല അംശം വേണമെങ്കിൽ, നല്ല പോഷൻ കിട്ടണമെങ്കിൽ, കയ്യിലുള്ള റൊട്ടി പോകാതിരിക്കണമെങ്കിൽ ഭവനത്തിൻ്റെ അകത്ത് കർത്താവ് വേണം. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഏറ്റവും മെത്തരമായത്, ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും വലിയ വിടുതൽ തരാൻ കർത്താവ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ, ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ പറയാം, സാഹചര്യം ഏതുമാകട്ടെ, നിനക്ക് ജോലി ഉണ്ടാകാം, നിനക്ക് ഡ്യൂട്ടി ഉണ്ടാകാം, നിനക്ക് പോകേണ്ട കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ കർത്താവില്ലാതെ നീ ഒരു ദിവസം ചെലവഴിച്ചാൽ നിനക്ക് ബെസ്റ്റ് കിട്ടത്തില്ല. ബെസ്റ്റ് കിട്ടത്തില്ല. 100% എഴുതി വെച്ചു. ദൈവം ഇല്ലാതെ നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പത്രോസിനെ കുറിച്ച് നമുക്കറിയാം. അവൻ 2 പടക് വന്ന് കരയിൽ നിൽക്കുകയാണ്. അപ്പോൾ യേശു കർത്താവ് ദൂരെ നിന്ന് കണ്ടു, ഈ 2 പടകിനെയും കണ്ടു. എന്നിട്ട് പറയാം, ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി. എന്നിട്ട് പറഞ്ഞ, കരയിൽ നിന്ന് അല്പം നീക്കണം. അവൻ പത്രോസ് പറഞ്ഞു, എന്തോ പരിപാടിക്കുക അല്ലേ? അവനോട് പറഞ്ഞു, അവൻ നീ വലത്ത് ഭാഗത്ത് വല വീശണം. അവൻ പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, ഒന്നും കിട്ടിയില്ല. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ചലഞ്ച് ചെയ്യുകയാ. ആമേൻ. നമ്മുടെ ഭവനത്തിനകത്ത് പലതും ശൂന്യതയാകാം, പലതിനും ഉത്തരമില്ലാതിരിക്കാം, പലതിനും മറുപടി ഇല്ലാതിരിക്കാം. ഇന്ന് പകലിൽ അകത്തോട്ടൊന്ന് ആമേൻ ആമേൻ ഭവനത്തിനകത്തോട്ട് കയറിയിട്ട് ആ ദൈവസ്ഥാനത്തിനകത്തേക്കൊന്ന് മുട്ടുകുത്തിയിട്ട് പറ, അപ്പ അങ്ങില്ലാതെ ഒരു മിനിറ്റ് എനിക്ക് വേണ്ട, ഒരു നിമിഷം എനിക്ക് വേണ്ട, ഒരു ജോലി എനിക്ക് വേണ്ട, ഒരു മറുപടി എനിക്ക് വേണ്ട. അവൻ ഞാൻ ആത്മാവിൽ പറയാ, നീ ഇന്ന് വരെ ചിന്തിക്കാത്ത രീതിയിൽ നിന്റെ പടകിനെ അവൻ നിറയ്ക്കും. ചെറുതായിട്ടൊന്നുമല്ല, 153 വലിയ മീൻ വല പൊട്ടാറായി അല്ലേ? ഈ നമ്മുടെ പ്രശ്നം എന്താ പറയുക, കർത്താവ് എപ്പോഴും വീട്ടിലുണ്ടല്ലോ, നമ്മളെ ഉള്ളു വീട്ടിലില്ലാത്ത. ഇവിടെ മാർത്ത എന്തു ചെയ്തു? മറിയെക്കുറിച്ചാണ് പറയുന്നത്, നല്ല അംശം തിരഞ്ഞെടുത്തതെന്ന്. പക്ഷെ അവിടെ ആരാ ഡോറ് തുറന്നു കൊടുത്തേ? കണ്ടോ? ആ വീട്ടിലേക്ക് അവൻ കർത്താവിനെ പ്രവേശിപ്പിച്ചത് മാർത്തയാ. ഇന്ന് പകലിൽ ഞാനും നിങ്ങളും ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നെങ്കിൽ ആരുടെയോ അവൻ പ്രാർത്ഥനയാകാം, കൈത്താങ്ങലാകാം. അവൻ ഈ കർത്താവിനെ കണ്ടുമുട്ടിയത്, ഈ കർത്താവിനെ അറിയാനിടയായി തീർന്നത്.
ലൂക്കോസിന്റെ സുവിശേഷം 19:5 വാക്യം ഒന്ന് വായിക്കാമോ വേഗത്തിൽ? അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി. ആരാ? യേശു. എന്നിട്ട് ആരെ വിളിച്ചു? സക്കായിയുടെ കഥ അറിയാം മോനെ? അറിയാം അല്ലേ? സക്കായിയുടെ പ്രത്യേകത എന്തുവാ? വളർച്ചയിൽ കുറിയവനാ അല്ലേ? അവിടെ എഴുതിയിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൻ മേലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ചു, സക്കായിയെ. എന്നിട്ട് അടുത്ത കാര്യം എന്താ പറഞ്ഞേ? ശ്രദ്ധിക്കണമേ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ. അപ്പൊ കർത്താവ് വന്ന് ഡയറിയിൽ എഴുതി വെച്ചിരിക്കും, ഐ ഹാവ് ടു ബി വിത്ത് സക്കായി അറ്റ് ഹിസ് ഹൗസ്. കർത്താവിന്റെ പ്ലാനിൽ എഴുതിയേക്കോ എവിടെ പാർക്കണമെന്ന്. കർത്താവ് എഴുതി വെച്ചേക്കുവാ, എനിക്ക് ഇന്ന് സക്കായുടെ വീട്ടിൽ. അപ്പം നമ്മുടെ എല്ലാം പേര് വേണം എഴുതിക്കോ, ഇന്ന് എനിക്ക് ജെയിംസിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്, അല്ലെങ്കിൽ സോ ആൻഡ് സോ. ദൈവം ഇങ്ങനെ ചിന്തിച്ചേക്കുക. പക്ഷെ എന്തുകൊണ്ടാണ് സക്കായുടെ വീട്ടിൽ കർത്താവ് ഇറങ്ങി വന്നതെന്നറിയാമോ? സക്കായിക്ക് ഒറ്റ ആഗ്രഹം, എനിക്ക് ആരെ കാണണം? എൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്, ഞാൻ ചുങ്കക്കാരനാണ്, എനിക്ക് നല്ല വീടുണ്ട്, കർത്താവ് വരണമെന്ന് നിർബന്ധമില്ല. വരുമോ? അവൻ്റെ അകത്തൊറ്റ ആഗ്രഹം, ഞാൻ വളർച്ചയിൽ കുറവനാ, എനിക്ക് കുറെ പരിമിതിയുണ്ട്, പക്ഷെ എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ പറയാം, ആമേൻ ദൈവമേ, കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്ന നിമിഷം കർത്താവ് ഡിസിഷൻ എഴുതി വെക്കും, ഞാൻ ഇന്ന് ഇവന്റെ വീട്ടിൽ പോകും. മനസ്സിലായോ? നമ്മൾ നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് കർത്താവെ വാന്ന് പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം നാം വായിക്കുന്നുണ്ട്, ഞാൻ വാതിക്കൽ നിന്ന് ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ. പലയിടത്തും പുറത്താ. പക്ഷെ ഇവിടെ മാർത്തയുടെ ഭവനം നോക്കണമേ, സഖായിയുടെ ഭവനം നോക്കണമേ. കർത്താവ് എഴുതി വെച്ചിരിക്കുക, എനിക്ക് ഈ വീട്ടിൽ നിന്ന് പാർക്കണം, അവരോടുകൂടെ പാർക്കണം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക, നമ്മുടെ വീടിന്റെ അകത്തേക്ക് ആര് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു? കർത്താവ് എന്തിനാണെന്നറിയാമോ? ബെസ്റ്റ് തരാനാ, ഏറ്റവും ബെസ്റ്റ്. ഒറ്റ ആഗ്രഹം മതി കേട്ടോ. ശരി, അവന് പരിമിതിയില്ലേ? സക്കായിയെ കണ്ട ഓടിക്കത്തില്ലേ? അവൻ ചുങ്കക്കാരെ ആർക്കും ഇഷ്ടമല്ല. അവൻ വളർച്ചയിൽ കുറിയവനായതുകൊണ്ട് അവനെ അടുപ്പിക്കത്തില്ല. അവൻ എത്ര പരിമിതിയുണ്ട്, പക്ഷെ അവൻ്റെ അകത്തൊറ്റ ആഗ്രഹം, എനിക്ക് കർത്താവിനെ ഒന്ന് കാണണം. അവൻ ഓടി കാട്ടത്തിമേൽ കയറി, കാരണം തന്നെ അവൻ കാണരുത്. ഈ ചിന്തയോടിരുന്നെങ്കിലും അവൻ കർത്താവ് അതിൻ്റെ താഴെ വന്നിട്ട് പറയാ, മോനെ ഞാൻ നിന്നെ കണ്ടു. കാണുക മാത്രമല്ല, ഇന്ന് ഞാൻ നിന്റെ വീടിന്റെ അകത്തേക്ക് വരികയാ. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ അവൻ ദൂത് തരികയാ. ഈ 2023 അവസാനിക്കുന്നതിന് മുമ്പേ ചില മറുപടികളുമായി, ചില വിടുതലുകളുമായി, ചില ഉത്തരങ്ങളുമായി, ചില ഉത്തരവുകളുമായി അവൻ ചിലരുടെ ഭവനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ചില മറുപടികൾ ഭവനത്തിനകത്ത് കൊണ്ട് തരാൻ പോകുക കേട്ടോ. അവൻ ചില ഉത്തരങ്ങൾ അവൻ അകത്തുകൊണ്ട് തരാൻ പോകുക. ഒറ്റ ആഗ്രഹം മതി, ആഗ്രഹം വേണം കേട്ടോ. മമ്രയുടെ തോപ്പിൽ അബ്രഹാം വെയിൽ ഉറച്ചപ്പോൾ അവൻ കാത്തിരിക്കുക. അന്നേരം 3 പുരുഷന്മാർ 3 ദൂതന്മാർ അതുവഴി അവൻ നിലം വരെ കുനിഞ്ഞ് അവരെ ഇപ്പോൾ ഓടി സ്വീകരിച്ചുകൊണ്ട് വന്നു. ഇന്ന് പകലിൽ അവൻ സ്തോത്രം ഒരുങ്ങിയിരുന്നോ ഏത് സമയത്തും കർത്താവിനെ സ്വീകരിപ്പാൻ, അകത്തേക്ക് വിളിപ്പാൻ, അവന് വേണ്ടി പന്തി ഒരുക്കുവാൻ അവൻ റെഡിയായിരുന്നാൽ. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ആമേൻ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 10 നാം കടന്നു പോരട്ടെ. ആമേൻ സ്തോത്രം. 39 വാക്യം. ഈ ബെസ്റ്റ് വേണമെങ്കിൽ രണ്ടാമത്തെ കാര്യം കർത്താവിൻ്റെ സന്നിധിയിലിരിക്കണം. വചനം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. വചനം മാർത്തയാണ് ഡോറ് തുറന്നു കൊടുത്തത് അല്ലേ? എന്നാൽ മറി എന്ത് ചെയ്തു? കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നു. വചനം. ഇനി അടുത്ത മാർത്ത പറയുന്നൊരു പരാതിയുണ്ട്. അടുത്ത വായിച്ചു. നല്ലൊരു ചോദ്യമാണ്. ആരാ വീട്ടിൽ വന്ന ഗസ്റ്റ്? ആരാ? യേശു വീട്ടിൽ വരുമ്പോൾ വെറും കട്ടൻ ചായ കൊടുത്തുവിടാൻ പറ്റുമോ? വെള്ളം കൊടുത്തുവിടാൻ പറ്റുമോ?
നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മാർത്ത എന്തോ ചെയ്തു? നേരെ എങ്ങോട്ട് പോയി? കിച്ചണിലോട്ട് പോയി. വളരെ ശുശ്രൂഷയാൽ കുഴങ്ങി. എന്നിട്ട് നേരെ ആരെടുത്ത് വന്നു? യേശുവിൻ്റെ അടുത്ത് വന്നു. നിനക്ക് വല്ല വിചാരമുണ്ടോ? അല്ലെ അങ്ങക്കെന്നായിക്കോട്ടെ, ഞാൻ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങി. എൻ്റെ ചിന്ത ഞാൻ പറയാം. അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ പോകുന്ന ആളല്ല. ആണോ? അവിടെ എത്ര പേരുണ്ട്. എടാ, കർത്താവ് നിന്റെ അടുത്ത് വരിക. എടാ, നമ്മൾ പ്രയോറിറ്റി തിരിച്ചറിയണം. ഏതാ പ്രാധാന്യമുള്ളതെന്ന് തിരിച്ചറിയണം. യേശു വീട്ടിൽ വന്നിരിക്കുക. അപ്പൊ യേശു വന്നിരിക്കുമ്പോ സകലത്തിനും ഉത്തരം അവന്റെ പക്കലുണ്ട്. സകലത്തിനും മറുപടി അവന്റെ കയ്യിലുണ്ട്. അവന്റെ പാദപീഠത്തിൽ നീ ഒന്നിരുന്നാൽ, അവന്റെ സന്നിധിയിൽ നീ സമയം ചെലവഴിച്ചാൽ, അവന്റെ വചനം കേട്ടാൽ, ബാക്കിയെല്ലാം വചനം അതല്ലേ പറയുന്നത്? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന്. കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. യേശു ഭവനത്തിലേക്ക് വന്നപ്പോൾ അവൻ സ്തോത്രം മറി എന്ത് ചെയ്തെന്നറിയാമോ? മറി അത് 100% ഉപയോഗപ്പെടുത്തി. അതുകൊണ്ടാണ് നല്ല അംശം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞു. ഈ നമ്മുടെ പ്രശ്നം നമ്മൾ കേൾക്കാഞ്ഞിട്ടല്ല. നമ്മുടെ ചരിത്രം മാറണമെങ്കിൽ, നമ്മുടെ അവസ്ഥ മാറണമെങ്കിൽ, നമുക്ക് വിടുതൽ സംഭവിക്കണമെങ്കിൽ നമ്മെ തന്നെ പൂർണ്ണമായി എറിഞ്ഞു കൊടുക്കണം. ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? വില്ലിങ്കേറി പറഞ്ഞ ഇങ്ങനെ, ഒരുവൻ തന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നവനെ ഉപയോഗിക്കുന്നത് ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ല. ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. എനിക്കറിയാം നിങ്ങൾ എത്ര പേര് ഇത് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, നിങ്ങളിൽ ചിലരെങ്കിലും ഇത് ഏറ്റെടുക്കും. ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, കർത്താവ് നമ്മുടെ ഭവനത്തിനകത്തേക്ക്, നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വന്നത് ഇന്ന് പകൽ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ദൈവവൈതലാണ് നീ എങ്കിൽ, ആമേൻ സ്തോത്രം, നീ ഭാരപ്പെടണ്ട, നീ പ്രയാസപ്പെടണ്ട. ഉത്തരം അവിടെ ഉണ്ട്. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ വല്ലപ്പോഴും അവൻ കേട്ടത് ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, അവൻ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കർത്താവിന്റെ പക്കലിരുന്നാൽ, അവന്റെ ശബ്ദം കേട്ടാൽ, അവന്റെ ആലോചനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ എന്ത് കിട്ടും? ബെസ്റ്റ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ ആമേൻ അവസാനിപ്പിക്കുക. സമയം നമ്മുടെ മുമ്പിൽ കടന്നുപോയി. ആമേൻ വിചാരമില്ലയോ? അടുത്ത വാക്യം. ആ മാർത്തയെന്ന് എന്താ പറഞ്ഞേ? നിനക്ക് വിചാരമില്ലയോ? അവളോട്. ഈ കർത്താവിന്റെ റോള് പലരും ഏറ്റെടുക്കാറുണ്ട്. നിനക്കൊന്ന് പറഞ്ഞൂടെ? നീ ഒന്ന് ചെയ്തൂടെ? അല്ലേ? അവളോട് കൽപ്പിക്ക്. അടുത്ത വാക്യം ഒന്ന് വായിച്ചോട്ടെ. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം, വീട്ടിൽ 2 പേരുണ്ടല്ലേ? ആരൊക്കെയാ? ലാസറും ഉണ്ട്, അവരുടെ സഹോദരനാണ്. ഇപ്പോൾ ആരുടെ കാര്യങ്ങൾ പറയുന്നത്? മാർത്തയും മറിയം. വീട്ടിൽ ആര് വന്നു? സാധാ ഗസ്റ്റ് ആണോ? ചീഫ് ഗസ്റ്റ് വന്നു. ഒരു സഹോദരി വന്ന് മറ്റൊരു സഹോദരിയെ കുറിച്ച് ആരോട് പറയുക? സ്തുതിക്കുന്ന കാര്യമാണോ പറയുന്നത്? കംപ്ലൈൻ്റാണ് പറയുന്നത് അല്ലേ? അവൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല, സഹായിക്കുന്നില്ല, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, അങ്ങനെ എന്തുവാകട്ടെ അല്ലേ? കംപ്ലൈൻ്റ് അല്ലേ പറയുന്നത്? പക്ഷെ അവിടെ ഒരു റെസ്പോൺസ് കേൾക്കാനുണ്ടോ? മറിയ പറഞ്ഞത് എന്തെങ്കിലും കേൾക്കാനുണ്ടോ? ഹലോ, മറിയ എന്തെങ്കിലും പ്രതികരിച്ചോ? ബെസ്റ്റ് വേണോ? ഞാൻ വചനത്തിലുള്ളതേ പറയുന്നുള്ളൂ, എൻ്റെ കാതായ ഒന്നും പറയുന്നില്ല. സാധാരണമായത് മതിയെങ്കിൽ ഓക്കെ, നോ പ്രശ്നം. ബെസ്റ്റ് ജീവിതത്തിൽ വേണോ? ശുശ്രൂഷയിൽ വേണോ? ഭാവിയിൽ വേണോ? ആമേൻ സ്തോത്രം. ദാവീദ് പറയുക, ഞാൻ എൻ്റെ നാവിനെ, ഈ നാവ് വലിയൊരു തീയ, അതേത് വലിയ കാടും. ഓ, ഇതിനെ ആ ദൈവം എവിടെ പിടിച്ചിട്ടേക്കുന്നത്? വായിക്കകത്തിട്ടിരിക്കുന്നത് അല്ലേ? 32 പല്ല് വിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്ക, അരകരുത്. പക്ഷെ ഇത് അറിയാതെ
പുറത്ത് ചാടി ആമൻ വേണ്ടാത്തതൊക്കെ പറഞ്ഞ പ്രശ്നമാ. ആമൻ വചനം പറയുകയാ, ഇന്ന് പകലിൽ ആമൻ ദൈവസന്നിധിയിൽ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ആമൻ എന്നെയും നിങ്ങളുടെ അവസ്ഥ നോക്കി കർത്താവ് പറയും, ആമൻ മോനെ മോളെ നീ മിണ്ടണ്ട, നീ മറുപടി പറയണ്ട, നീ ഉത്തരം പറയണ്ട, ആമൻ നിനക്ക് വേണ്ടി സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, കർത്താവ് വന്ന വീടായിട്ട് പോലും അവിടെ എന്തോ ഉണ്ട്, ഇണക്കവും പിണക്കവും. മനസ്സിലായോ? ഞാൻ വീടുകളൊന്നും എടുക്കില്ല, സഭകളെ നോക്കിയാൽ മതി അല്ലേ? കർത്താവ് ഉള്ള ഇടമാണെങ്കിലും ശിഷ്യന്മാരുടെ ഇടയിലായിരുന്നെങ്കിലും പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു, അതെല്ലാം സ്വാഭാവികം. പക്ഷേ എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് നല്ല അംശം എടുക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഇന്ന് പകൽ ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. അവൻ മറിയെക്കുറിച്ച് പറയുകയാ, അവൻ സ്തോത്രം അല്ല ഒന്ന് മതി, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. മറ്റൊരു സുവിശേഷത്തിൽ പറയുന്നത് അവൻ സ്തോത്രം കർത്താവിൻ്റെ വരവോളം ലോകത്തെല്ലായിടത്തും അവൻ അവളെക്കുറിച്ച് പ്രസംഗിക്കും. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്നു, ദൈവത്തിൻ്റെ വചനം കേട്ടു. ഇന്ന് പകൽ എത്ര പേർ ഈ വചനത്തിന് മുൻപാകെ സമർപ്പിക്കും? ആമൻ. ഹല്ലേലൂയ. എന്നോടും നിങ്ങളോടും ഈ വചനം സംസാരിച്ചെങ്കിൽ അവൻ ഇന്ന് പകൽ ഒറ്റ കാര്യം ഓർക്കുക, കർത്താവിനെ ഭവനത്തിനകത്തേക്ക് ക്ഷണിക്കണം, കർത്താവിനെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ക്ഷണിക്കണം, കർത്താവിനെ തീരുമാനങ്ങളുടെ അകത്തേക്ക് ക്ഷണിക്കണം. അവനില്ലാതെ ഒറ്റ സ്റ്റെപ്പ് വെക്കരുത്. ആ കർത്താവിൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു സ്റ്റെപ്പ് വെക്കരുത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 2, കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കണം, കർത്താവിൻ്റെ സാന്നിധ്യത്തിലിരിക്കണം, അവൻ്റെ വചനം കേൾക്കണം. 3, ദൈവം സംസാരിക്കും. ആമേൻ. നാം ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രം താണിരുന്നാൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. അവൻ വചനം പറയുന്നു, മറിയെക്കുറിച്ച് പറയുന്നു, അല്ല നല്ല അംശം തിരഞ്ഞെടുക്കും.